എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീമ് 2025 റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീമ് 2025 റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് നിരവധി കുട്ടികളാണ് ആശങ്കപ്പെട്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ കീമ് 2025 നോട്ടിഫിക്കേഷൻ ഭാഗത്ത് നിങ്ങൾ ഓരോ കോഴ്സുകൾക്ക് അപേക്ഷിച്ചപ്പോൾ ഉണ്ടായ തെറ്റുകൾ തിരുത്താനുള്ള ഒരവസരം കൂടി എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ജൂലൈ 3 രാത്രി 12 മണി വരെയാണ് ഈ അവസരം വീണ്ടും നൽകിയിട്ടുള്ളത്. കീമ് 2025 റാങ്ക് ലിസ്റ്റ് ഇത്രയും നീണ്ടു പോവാൻ കാരണം സ്റ്റാൻഡേർഡൈസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ്. അതേസമയം നമുക്ക് എൻട്രൻസ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ജൂലൈ 10-നകം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ്. അതായത് 2-3 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീരുമാനം വൈകാതെ ഉണ്ടാകും എന്നാണ്. കുട്ടികൾക്ക് സന്തോഷ വാർത്ത എന്തെന്നാൽ കീമ് 2025 റാങ്ക് ലിസ്റ്റ് വൈകുന്നത് കൊണ്ട് കുറഞ്ഞ റാങ്ക് ഉള്ളവർക്കും നല്ല കോളേജുകളിൽ സീറ്റ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം നിരവധി കുട്ടികൾ മറ്റു കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്ത് പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അതേസമയം കേരള മെഡിക്കൽ റാങ്കിന് വേണ്ടിയുള്ള നീറ്റ് 2025 എൻട്രൻസ് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടില്ല. ഇതും അടുത്ത ആഴ്ചയോടെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. MBBS സീറ്റിന് വേണ്ടിയുള്ള മെഡിക്കൽ അഡ്മിഷൻ തുടങ്ങിയ എല്ലാ പ്രോസസ്സുകളും ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.